തിരുവനന്തപുരം വെള്ളല്ലൂരിൽ സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ SIയെ ആക്രമിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SI അൻസാറിനാണ് മർദ്ദനമേറ്റത്. പള്ളിക്കൽ സ്റ്റേഷനിലെ CPO ചന്തു ഉൾപ്പെടെ 3 പേർ പിടിയിലായി. അജ്മൽ ദിറാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജ്മൽ, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിലെ ഒരു ശിവക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം നാടൻപാട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11:30-ക്കാണ് സംഭവം. ഈ നാടൻപാട്ടിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും സമീപത്തെ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള അൻസാറും അദ്ദേഹത്തിൻ്റെ സംഘമടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയും ക്രമസമാധാനം പരിപാലിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും സംഘർഷത്തിലേർപ്പെട്ട ആളുകളെ പിടിച്ചുമാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ വീണ്ടും തുടരെ ഉണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസുകാരൻ ഇവരെ പിടിച്ചുമാറ്റാനും പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നതിനിടയിൽ ചന്തു എന്ന് പറയുന്ന സമീപത്തെ പള്ളിക്കലിലെ പോലീസ് സ്റ്റേഷനിലെ CPO ഉദ്യോഗസ്ഥൻ അടക്കം 3 പേർ ഈ സ്റ്റേഷനിലെ നഗരൂർ സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഈ അൻസാറിനെ അടക്കമുള്ള സംഘത്തെ ആക്രമിക്കുകയും അൻസാറിൻ്റെ നെയിം പ്ലേറ്റ് വലിച്ചു പൊട്ടിക്കുകയും അദ്ദേഹത്തെ മർദ്ദിച്ച് ശരീരത്തിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന ആക്രമി സംഘത്തെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമത്തിനിടയിൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും എൻ്റെ അനിയനെ ആക്രമിച്ചപ്പോൾ അവരെ ഞാൻ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതാണെന്നും എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ അതിൽ ഏതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നും തരത്തിലുള്ള പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം കൂടി ഈ പള്ളിക്കൽ സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ചന്തുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് 3 പേരെയും നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പരിക്കേറ്റ ഈ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SI അൻസാർ അദ്ദേഹം സമീപത്തെ സാമൂഹ്യ കേന്ദ്രത്തിൽ നിന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.